നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യാണ്. ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. 2 വർഷം മുമ്പ് 2024 ജനുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ ആ വെള്ള മണൽ തീരത്ത് ഉലാത്തുന്ന കുറേ ചിത്രങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് നമ്മളെ പലരും കരുതിയത് അതൊരു ടൂറിസം പ്രൊമോഷൻ മാത്രമാണെന്നാണ്. അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ മാൽദീവ്സിന് ഒരു മറുപടി, അതിൽ കൂടുതലൊന്നും നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ 2026 നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അതൊരു വെറും യാത്രയായിരുന്നില്ല, അതൊരു വലിയ സിഗ്നലായിരുന്നു. ആർക്ക്? ചൈനയ്ക്കും പാകിസ്ഥാനും. ഇന്ന് ലക്ഷദ്വീപ് മാറുകയാണ്. മിനിക്കോയിൽ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അഗത്തി എയർപോർട്ട് കടലിലേക്ക് നീട്ടാനായിട്ട് പോകുന്നു. ടാറ്റയുടെ താജ് ഹോട്ടലുകൾ വരുന്നു. ലക്ഷദ്വീപ് അങ്ങനെ അറബിക്കടലിലെ ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനി കപ്പലായിട്ട് മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് 1947 രഹസ്യ നീക്കം. പാകിസ്ഥാൻ ലക്ഷദ്വീപ് പിടിച്ചെടുക്കാനായിട്ട് കപ്പലയച്ചതും വെറും 30 മിനിറ്റ് വ്യത്യാസത്തിൽ നമ്മുടെ സർദാർ പട്ടേൽ അത് തകർത്തതും എങ്ങനെയാണ്, പിന്നെ ലക്ഷദ്വീപിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്താണ്, 9 ഡിഗ്രി ചാനൽ, മൂന്നാമത് ഇന്ത്യൻ നേവിയുടെ INS ജടായു മിനിക്കോയിലെ പുതിയ എയർ സ്ട്രിപ്പ് ചൈനയെ എങ്ങനെയാണ് പൂട്ടാൻ പോകുന്നത്, പിന്നെ അഗത്തി വികസനം 2025 ഡിസംബർ പ്രകാരമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്, ഹാജി സലീം നെറ്റ്വർക്ക് എന്താണ്, പാകിസ്ഥാന്റെ മയക്കുമരുന്ന് കപ്പലുകളെ ഇന്ത്യ എങ്ങനെ പൂട്ടുന്നു, കടലിനടിയിലെ മതിൽ, ചൈനീസ് അന്തർവാഹിനികളെ കണ്ടെത്താനായിട്ട് ഇന്ത്യ വിരിച്ച വല, അതെന്താണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന്. വീഡിയോയിലേക്ക് കടക്കാം. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, ചരിത്രത്തിലെ അധികമാർക്കും അറിയാത്ത ഒരു വലിയ രഹസ്യം ഞാൻ പറയാം. 1947 ഓഗസ്റ്റ് മാസം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട സമയം. ലക്ഷദ്വീപിൽ 93% മുസ്ലിം ജനസംഖ്യ ആയതുകൊണ്ട് അത് പാകിസ്ഥാന്റെ ഭാഗമാകുമെന്ന് മുഹമ്മദ് അലി ജിന്നയും ലിയാഖത്ത് അലി ഖാനും ഒക്കെ വിശ്വസിച്ചു. അന്ന് അവിടെ കാര്യമായ ഇന്ത്യൻ പട്ടാളം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മുതലെടുത്ത് പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്ന് അവരുടെ നേവിയുടെ ഒരു യുദ്ധക്കപ്പൽ റോയൽ പാകിസ്ഥാൻ നേവി ഷിപ്പ് ലക്ഷദ്വീപിലേക്ക് അയച്ചു. ലക്ഷ്യം ഒന്ന് മാത്രം, അവിടെ പാകിസ്ഥാൻ പതാക ഉയർത്തുക. പക്ഷേ ഡൽഹിയിൽ ഒരാൾ ഉണർന്നിരിപ്പുണ്ടായിരുന്നു, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. വിവരം അറിഞ്ഞ ഉടനെ പട്ടേൽജി മുതലിയാർ സഹോദരന്മാരെ വിളിച്ചു. മുതലിയാർ സഹോദരന്മാരെന്ന് പറയുന്നത് ആർക്കോട്ട് രാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും. എത്രയും പെട്ടെന്ന് തിരുവിതാംകൂർ പോലീസിനെ അയച്ച് അവിടെ ഇന്ത്യൻ പതാക ഉയർത്തണമെന്ന് ഉത്തരവിട്ടു. പിന്നീടുള്ള നീക്കങ്ങളെല്ലാം ഒരു ത്രില്ലർ സിനിമ പോലെയായിരുന്നു. പാകിസ്ഥാന്റെ കപ്പൽ ദ്വീപിനടുത്തെത്തി. പക്ഷെ അവർ നോക്കുമ്പോൾ അവിടെ ഇന്ത്യൻ പതാക കാറ്റിൽ പറക്കുന്നു. ട്രാവൻകൂർ പോലീസ് തോക്കുമായിട്ട് കാവൽ നിൽക്കുന്നു. അന്ന് വെറും 30 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ലക്ഷദ്വീപ് നമുക്ക് തിരിച്ചു കിട്ടിയത്. പാകിസ്ഥാന്റെ കപ്പൽ നിരാശരായിട്ട് മടങ്ങി. അന്ന് തോറ്റു മടങ്ങിയ പാകിസ്ഥാൻ പിന്നീട് പല തവണ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ദ്വീപ് അത്രമേൽ പ്രധാനപ്പെട്ടതായിരുന്നത്? ഉത്തരം വളരെ ലളിതമാണ്, അതിൻ്റെ ലൊക്കേഷൻ തന്നെ. സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിനും മാൽദ്വീപിനും ഇടയിലുള്ള 9 ഡിഗ്രി ചാനൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നാണ്. യൂറോപ്പിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന എണ്ണക്കപ്പലുകളും ചരക്ക് കപ്പലുകളും കടന്നു പോകുന്നത് ഇതുവഴിയാണ്. പ്രത്യേകിച്ച് ചൈനയുടെയും ജപ്പാന്റെയും എണ്ണ വരുന്നതും ഇതുവഴിയാണ്. അപ്പോൾ ഇന്ത്യയുടെ തന്ത്രം വളരെ ലളിതമാണ്. ആര് ഈ ചാനൽ നിയന്ത്രിക്കുന്നോ അവർ ഏഷ്യയെ നിയന്ത്രിക്കും. മിനിക്കോയ് ദ്വീപിൽ ഇരുന്നാൽ ഇന്ത്യൻ നേവിക്ക് ഈ കപ്പലുകളെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. നാളെ ചൈന ഹിമാലയത്തിൽ അതിർത്തി പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്കിവിടെ വെച്ച് അവരുടെ എണ്ണക്കപ്പലുകൾ തടയാനായിട്ട് പറ്റും. അങ്ങനെ ഇതൊരു ചോക്ക് പോയിന്റായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ എക്കണോമി സ്തംഭിക്കും. ഹിമാലയത്തിലെ യുദ്ധം നമ്മൾ ജയിക്കുന്നത് അറബിക്കടലിൽ വെച്ചായിരിക്കും. ഈ നിയന്ത്രണം സാധ്യമാക്കാനായിട്ട് ഇന്ത്യ ചെയ്ത കാര്യമാണ് INS ജടായു. 2024 മാർച്ച് 6 മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഈ നേവൽ ബേസ് വെറും ഒരു കെട്ടിടമല്ല. ഇവിടെ വരുന്നത് ഒരു ഡ്യുവൽ യൂസ് എയർഫീൽഡ്, അതായത് ഒരു സൈനിക സിവിലിയൻ വിമാനത്താവളമാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എക്സ്റ്റെൻഡഡ് റീച്ച്, അതായത് ഇന്ത്യയുടെ സുഖോയ് 30 MK അല്ലെ റഫാൽ വിമാനങ്ങൾക്കൊക്കെ ഇവിടെ ഇറങ്ങി ഇന്ധനം നിറയ്ക്കാം. അതോടെ ആഫ്രിക്കൻ തീരം വരെ നമ്മുടെ പരിധിയിൽ വരും. രണ്ടാമതായിട്ട് 24/7 പട്രോളിംഗ്. നമ്മുടെ P-8I പൊസൈഡൺ പോലെയുള്ള ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങൾക്ക് ഇവിടെ താവളമടിക്കാം. മൂന്നാമതായിട്ട് ബ്രഹ്മോസ് മിസൈൽ, അതായത് ഭാവിയിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ ബാറ്ററികൾ ഇവിടെ സ്ഥാപിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 500 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ശത്രു കപ്പലിനും അടുക്കാനായിട്ട് സാധിക്കില്ല.
അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ഇന്ത്യൻ ഓഷ്യനിലെ ബേസ് ആയിട്ടുള്ള ഡീഗോഗ്രാഷ്യ പോലെ ഇന്ത്യയുടെ സ്വന്തം ബേസ് ആയിട്ട് മാറുകയാണ് ലക്ഷദ്വീപ്. കപ്പലുകൾ മുങ്ങാം, പക്ഷെ ദ്വീപുകൾ മുങ്ങില്ല. യുദ്ധത്തിന് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ കുതിച്ചുചാട്ടങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്ത, അതായത് ഡിസംബർ 2025 വാർത്തകൾ പ്രകാരം അഗത്തി എയർപോർട്ട് വികസനത്തിനുള്ള നടപടികൾ അതിവേഗത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള റൺവേ വളരെ ചെറുതാണ്. പക്ഷേ പുതിയ പദ്ധതി പ്രകാരം റൺവേ 336 മീറ്റർ കൂടി സമുദ്രത്തിലേക്ക് നീട്ടാനായിട്ട് പോവുകയാണ്. ഇതോടെ വലിയ വിമാനങ്ങൾക്ക്, അതായത് ബോയിങ് 737, എയർബസ് A320 ഇതിനൊക്കെ അവിടെ ഇറങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതൊരു ട്രൈ സർവീസ് ബേസ് ആയിട്ട് മാറും. ഇത് കൂടാതെ KLI പ്രൊജക്റ്റ്, അതായത് കൊച്ചി ലക്ഷദ്വീപ് ഇന്റർനെറ്റ് പ്രൊജക്റ്റ് വന്നതോടുകൂടി ഇന്റർനെറ്റ് സ്പീഡ് 100 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് വെറും യൂട്യൂബ് കാണാൻ വേണ്ടി മാത്രമല്ല, മിലിറ്ററി റഡാറുകളുടെ ഡേറ്റ തത്സമയം, അതായത് റിയൽ ടൈമിൽ ഡൽഹിയിലേക്ക് അയക്കാനായിട്ട് ഈ ഹൈ സ്പീഡ് കണക്ടിവിറ്റി അത്യാവശ്യമാണ്. ഇനി നമുക്ക് വർത്തമാനകാല ഭീഷണികളിലേക്ക് വരാം. പാകിസ്ഥാനും മതിയായിട്ടുണ്ട്. അവരിനി നേരിട്ടുള്ള യുദ്ധത്തിനൊന്നും ഇല്ല. അതിന് പകരമായിട്ട് അവർ നാർക്കോ ടെററിസമാണ് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാന്റെ കുപ്രസിദ്ധമായ ഹാജി സലീം നെറ്റ്വർക്ക് കറാച്ചിയിൽ നിന്നും ടൺ കണക്കിന് മയക്കുമരുന്നുകളും ആയുധങ്ങളും ബോട്ടുകളിൽ കയറ്റിവിടുന്നുണ്ട്. ഈ ബോട്ടുകൾ ലക്ഷദ്വീപിന്റെ അടുത്തുകൂടിയാണ് ശ്രീലങ്കയിലേക്കും മാൽദീവ്സിലേക്കും പോകുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന പണമാണ് അവർ ഇന്ത്യക്കെതിരായ ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷെ INS ജഡായു വന്നതോടുകൂടി ഈ പാതയും അടഞ്ഞു. മിനിക്കോയിലെ റഡാറുകളും നേവിയുടെ പെട്രോളിങ്ങും എല്ലാം കാരണം ഇപ്പൊ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വഴിമാറി പോകേണ്ടി വരുന്ന ഗതിയാണ്. 2024-ലും 2025-ലും ഇന്ത്യൻ നേവി പിടികൂടിയ ആയിരക്കണക്കിന് കോടിയുടെ മയക്കുമരുന്ന് ഇതിന് തെളിവാണ്. പാകിസ്ഥാന്റെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സിനെയാണ് നമ്മൾ ഇവിടെ ഇട്ട് പൂട്ടുന്നത്. ഇനി നമുക്ക് കടലിന്റെ അടിയിലേക്കൊന്ന് പോയി നോക്കിയാലോ. അവിടെയാണ് യഥാർത്ഥ ചെക്ക്മേറ്റ് നടക്കാനായിട്ട് പോകുന്നത്. ചൈന പാകിസ്ഥാൻ ഇപ്പോൾ 8 അത്യാധുനിക മുങ്ങിക്കപ്പലുകൾ, അതായത് പ്രൊജക്ട് ഹാങ്കോർ ക്ലാസ്സിലെ മുങ്ങിക്കപ്പലുകൾ നൽകുന്നുണ്ട്. ഇത് നിശബ്ദമായിട്ട് ഇന്ത്യയുടെ തീരത്ത് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ലക്ഷദ്വീപിൽ സോസൂസ്, അതായത് സൗണ്ട് സർവെയിലൻസ് സിസ്റ്റം പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സോസൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടലിൻ്റെ അടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈക്രോഫോണുകളുടെ ഒരു വലിയ ശൃംഖലയാണ് ഇത്. ലക്ഷദ്വീപിലെ KLI ഇന്റർനെറ്റ് കേബിളുകൾക്കൊപ്പം ഇത്തരം സെൻസറുകളും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചൈനീസ് അന്തർവാഹിനി കറാച്ചിയിൽ നിന്നും ഇറങ്ങിയാൽ അതിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം ഈ സെൻസറുകൾ പിടിച്ചെടുക്കും. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ ഇന്ത്യ ഒരു അദൃശ്യ മതിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ശത്രുവിനെ ഒളിക്കാനായിട്ട് അവിടെ ഒരിടവുമില്ല. ഇത്രയും വലിയ സൈനിക നീക്കങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്രവും ടൂറിസവും എല്ലാം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. മാൽദീവ്സ് ചൈനയുടെ കൂടെ പോയപ്പോൾ നമ്മൾ ഭയന്നില്ല. അതിന് പകരമായിട്ട് നമ്മളൊരു സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് കാണിച്ചു കൊടുത്തത്. മാൽദീവ്സ് നമ്മളെ ചതിച്ചാലും തൊട്ടടുത്ത് മിനിക്കോയിൽ നമ്മളിന്ന് സുരക്ഷിതരാണ്. ഇതുകൂടാതെ ടാറ്റ ഗ്രൂപ്പിൻ്റെ താജ് ഹോട്ടൽസ് 2026 സുഹൈലിയിലും കടമത്തിലും വമ്പൻ റിസോർട്ടുകളും തുറക്കാനായിട്ട് പോവുകയാണ്. സുഹൈലിയിൽ 50 വാട്ടർ വില്ലകളും കടമത്തിൽ 35 വാട്ടർ വില്ലകളും വരുന്നുണ്ട്. ടൂറിസം വന്നാൽ പണം വരും. പണം വന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസും വളരെ എളുപ്പമാകും. അങ്ങനെ സൈനിക ആവശ്യങ്ങൾക്കുള്ള റോഡും കറണ്ടും ടൂറിസത്തിൻ്റെ പേരിൽ നമുക്ക് അവിടെ വികസിപ്പിക്കുകയും ചെയ്യാം. ഒരു വെടിക്ക് 2 പക്ഷി. ചുരുക്കത്തിലെ സുഹൃത്തുക്കളെ, 1947 പാകിസ്ഥാന് പിടിച്ചെടുക്കാൻ കഴിയാതിരുന്ന ലക്ഷദ്വീപ് 2026 അവരുടെ പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം സത്യത്തിൽ ഇന്ത്യയുടെ സ്വന്തം ഓഷ്യനായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ കപ്പലുകൾക്ക് ഇനി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അനുവാദമില്ലാതെ ഈ വഴിയിലൂടെ പോകാനായിട്ട് കഴിയില്ല. ലക്ഷദ്വീപിൻ്റെ ഈ വമ്പൻ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.